കൊല്ലത്ത് താഹാമുക്കിൽ ദേവ് സ്നാക്സ് എന്നൊരു സ്ഥാപനമുണ്ട്. ആ ദേവ് സ്നാക്സിന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിൽ നിന്ന് മാലിന്യം പരസ്യമായിട്ടൊഴുക്കുന്നുവെന്ന് ഞങ്ങൾ കണ്ടെത്തി. സമീപ പ്രദേശത്തെ കിണറുകളിൽ മാലിന്യം നിറഞ്ഞതോടെ കുടിവെള്ളം മുടങ്ങി. പൈപ്പ് വെള്ളത്തെ ആശ്രയിച്ചാണ് ചിറവയൽ പ്രദേശവാസികൾ കഴിയുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ത്വക്കുരോഗം ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ ഉണ്ടെന്നും പരാതിയുണ്ട്. തൃക്കോവിൽവട്ടം പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. ടി വി പ്രസാദും ദിലീപ് ദേവസയും തത്സമയം ചേരുന്നുണ്ട്. ആദ്യം ദിലീപിന്റെ അടുത്തേക്ക് നമുക്കൊന്ന് പോകാം. ദിലീപ്, ഇപ്പോൾ നിൽക്കുന്നത് ഈ ദേവ് സ്നാക്സിൽ നിന്നുള്ള മാലിന്യം മൂലമാണെന്ന് തോന്നുന്നു. ഒരു പ്രദേശത്ത് കിണറിന്റെ പ്രദേശത്താണ് നിൽക്കുന്നത്. അവിടെ വെള്ളം മലിനമാണെന്നാണ് ദിലീപ് പറയുന്നത്. നാട്ടുകാരൊക്കെ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ദിലീപ്, എന്താണ് സംഭവം? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഞാൻ ഒന്നേ കാണിക്കുന്നുള്ളൂ. ഈ കിണറിലെ വെള്ളം ഇതിപ്പോൾ മുക്കിയെടുത്ത വെള്ളമാണ്. ഈ വെള്ളത്തിൽ നിന്ന് തുടങ്ങാം. ഇത് ഇവിടുത്തെ കിണറിലെ വെള്ളമാണ്. അത് മുക്കി വെച്ച, അതായത് വെള്ളം കോരി വെച്ച പാത്രത്തിലെ വെള്ളം ഇതാണ് ഇവിടുത്തെ ആളുകൾക്ക് കിണറിൽ നിന്ന് ലഭിക്കുന്നത്. തൊട്ടടുത്ത് മറ്റൊരു പാത്രത്തിൽ വെള്ളമുണ്ട്. ഇത് പൈപ്പിൽ നിന്ന് ലഭിക്കുന്ന വെള്ളമാണ്. ഇത് വല്ലപ്പോഴും, അതായത് ആഴ്ചയിൽ 2 തവണ മാത്രം വരുന്ന വെള്ളം. ഇത് ദിവസവും ഇവരുടെ കിണറ്റിൽ നിന്ന് വെള്ളം കിട്ടുന്ന വെള്ളമാണ്. ഈ വെള്ളമാണ് ഇവിടുത്തെ ഏകദേശം 50-ലധികം വീടുകളിൽ കിട്ടുന്ന വെള്ളം. ഈ വെള്ളത്തെ ആശ്രയിച്ചാണ് ഇവർ നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള ശുദ്ധമായ വെള്ളം കിട്ടണമെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം കാത്തിരിക്കേണ്ട ഗതികേടിൽ. ഇതിനെല്ലാം തന്നെ കാരണം തൊട്ടടുത്ത് ഒരു പ്രദേശത്ത് ഒരു വികസനം വരുമ്പോൾ നാട്ടുകാർ ഒപ്പം നിൽക്കുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള വികസനങ്ങൾക്ക് നാട്ടുകാർ എതിര് നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇത്തരത്തിലുള്ളതാണ്. കാരണം തൊട്ടടുത്ത് ദേവ് സ്നാക്സിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഫാം തുടങ്ങുന്നു. ആ ഫാമിൽ നിന്ന് മലിനജലം പുറത്തേക്ക് ഒഴുക്കുന്നത് കാരണം ഒരു നാട് മുഴുവൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അവർ അതിൻ്റെ കഷ്ടതയിലാണ്. ഇത് നിരവധി തവണ തൃക്കോവിൽവട്ടം പഞ്ചായത്തിന് കീഴിലായതുകൊണ്ട് തൃക്കോവിൽവട്ടം പഞ്ചായത്തിൽ പരാതി നൽകുന്നു. എന്നിട്ട് പോലും ഒരു നടപടിയെടുക്കാതെ ഈ നാട്ടിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന അവസ്ഥയാണ്. ഇവിടുത്തെ അമ്മമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവർക്ക് ഇതിൻ്റെ കഷ്ടപ്പാടുകൾ അറിയും, അതിൻ്റെ വേദനകൾ അറിയും. അത് ചേച്ചി, എങ്ങനെയാണ് ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ്? ഇവിടെയെന്ന് വെച്ചാൽ നമ്മൾ നൊയമ്പ് മുതൽ ഈ കണക്കിനകത്ത് ഇവർ ചാണകം കടിച്ച് അലക്കുക. അപ്പം പിള്ളേർക്ക് ആ സമയത്ത് പരീക്ഷ, നൊയമ്പിൻ്റെ കാര്യങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും പുറപ്പെടാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പഞ്ചായത്തിൽ പോയി പരാതി പറഞ്ഞു. ഇവിടുത്തെ വാർഡ് മെമ്പറിൻ്റെ അടുത്ത് പറഞ്ഞു, പല രാഷ്ട്രീയക്കാരുടെ അടുത്ത് പറഞ്ഞു. ഒരു ഇതുമില്ല. അത് മാത്രമല്ല, വർഷങ്ങളായിട്ടാണെങ്കിൽ ഫാമിൽ നിന്ന് വരുന്ന വാട കൊണ്ടാണെങ്കിൽ അത് വയ്യ, അത് സഹിക്കാൻ വയ്യ. അത് വർഷങ്ങൾ കൊണ്ട് മൂക്കും പൊത്തിക്കൊണ്ടാണ് നടക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ വായും പൊത്തി കിടക്കേണ്ട സ്ഥിതിയാണ് വരുന്നത്. കൊച്ചുങ്ങളുണ്ട്. കുഞ്ഞിനാണെങ്കിൽ വിമ്മിഷ്ടമുള്ളതാണ്. ഈ രാത്രി ഇവിടുന്ന് അടിച്ചു വിടുന്നതാണെങ്കിൽ എയർ ഹോളിനകത്തുകൂടി കയറി പാതിരാത്രി ഞാനും എൻ്റെ ഉമ്മായും 2 കുഞ്ഞുങ്ങളും ഉള്ളു. ഞങ്ങൾക്ക് ഈ വാട കാരണം വെളിയിൽ കതക് തുറന്ന് വെളിയിൽ പോകാൻ പറ്റും. അങ്ങനെ പറ്റത്തില്ല. അതിന് ശേഷം ഈ വെള്ളം, കുടിവെള്ളം പോലും മുട്ടിയതിൻ്റെ അപ്പോഴാണ് ഞങ്ങൾ അങ്ങ് സഹി കെട്ടിട്ടാണ് ഞങ്ങളിപ്പോൾ അങ്ങ് ഇറങ്ങിയത്. കാരണം എന്ന് വെച്ചാൽ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. നമ്മളെ സ്വന്തം നാട്ടിൽ നമുക്ക് ശുദ്ധമായ വായു ഇല്ല, വെള്ളം കുടിക്കാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞ ഒരു ഗതികേടൊന്നും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കേ. എത്ര പാർട്ടിക്കാരുടെ എല്ലാവരുടെയും മുന്നിൽ പോയി, ചാനലുകാരടുത്ത് അവരാരും വന്നില്ല. അവസാനം നിങ്ങളാണ് വന്നത്. വേറെ പാർട്ടിക്കാരും ചാനലുകാരും ആരടുത്ത് പറഞ്ഞിട്ട് ഒരു വന്നില്ല. ഞങ്ങൾ 24 ചാനലുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വിളിച്ചപ്പം വീഡിയോ ഇട്ട് കൊടുത്ത്, അപ്പോൾ അവർ ഞങ്ങൾ പിന്നെ വിളിച്ചു ചോദിച്ചാൽ എന്താണെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് അവർ ഞങ്ങളടുത്ത് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ പഞ്ചായത്തിൽ ഞങ്ങളിവിടുന്ന് നാട്ടുകാരെല്ലാവരും ഞങ്ങൾ ചെന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങളിപ്പം പോയിക്കോ, ഞങ്ങൾ നാളെ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അവർ ഇന്നലെ പറഞ്ഞ ഉച്ചയ്ക്ക് വന്ന്. പിന്നെ ഞങ്ങൾ ഇന്നലെ രാവിലെ വിഷ്ണുനാഥ് MLA ഞങ്ങൾ പോയി കണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ CA വിളിച്ച് പറയാം, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ സ്റ്റേഷനിൽ നിന്ന് പരാതി കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഒരു കാര്യവും ഇല്ല. കുട്ടികൾക്ക് രോഗമടക്കം ഇഷ്ടം പോലെ അസുഖങ്ങൾ. ഞങ്ങളിപ്പോൾ എന്നും ഇളക്കോ ഛർദ്ദിലായിട്ട് കൊച്ചുങ്ങളെ കൊണ്ട് പോയിട്ട് വരാം. പൊടി കൊച്ചുങ്ങൾക്ക് വരെ അസുഖങ്ങളാണ്. എൻ്റെ വീട്ടിൻ്റെ ബാക്കിൽ ഒത്തിരി പുല്ല് കൊണ്ടുവന്ന് നട്ടിട്ട് പമ്പ് ചെയ്താണ് ഈ വേസ്റ്റ് വെള്ളം അവർ ഒഴിക്കുന്നത്. നമുക്ക് ഒരു തരത്തിലും ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായിട്ടിരിക്കുക ഈ ഫാം കാരണം. ഈ ഫാം ഞങ്ങൾക്ക് പൂട്ടി തന്നേ പറ്റത്തുള്ളൂ. ഇപ്പം ജനങ്ങളോടല്ലേ നിൽക്കേണ്ടത്? ജനപ്രതിയായി തെരഞ്ഞെടുപ്പെട്ട ആൾക്കാർ നമ്മളെ കൂടെ. അരുൺകുമാർ, ഇവർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാകുന്നതാണ്. ഓരോരുത്തർക്കും ഇത്തരത്തിലുള്ള ഓരോ കഥകൾ പറയാനുണ്ട്. കാരണം ഈ ഫാം കാരണം തൊട്ടടുത്തുള്ള വീടുകളിൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. നേരത്തെ ഈ ഉമ്മ പറഞ്ഞതുപോലെ ശുദ്ധമായ വായും ശുദ്ധമായ വെള്ളവും കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തിന് ജീവിക്കും, എങ്ങനെ ജീവിക്കുമെന്നുള്ള ചോദ്യം. വെള്ളവും വായും നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ശുദ്ധമല്ലെങ്കിൽ അല്ലാത്ത ഒരു പഞ്ചായത്ത്, തൃക്കോവിൽവട്ടം പഞ്ചായത്തിൽ നമ്മൾ നിൽക്കുന്നു. അതിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. നിരവധി തവണ പഞ്ചായത്തിനടക്കം കണ്ടിരിക്കുന്നത്. നമുക്ക് അവിടെ ഒരു ചേട്ടനും കൂടെ ഇവിടെ ചേരുന്നുണ്ട്. അരുൺകുമാർ, നിങ്ങൾ ഈ പഞ്ചായത്ത് ഈ ദേവ് സ്നാക്സിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്ത് പോയായിരുന്നോ? പല ആവർത്തി പുള്ളിയെടുത്ത് പറഞ്ഞ അയൽക്കാർക്ക് രോഗപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത്, നല്ല രീതിയിൽ നിന്ന് അയാൾക്ക് എന്ത് വേണമെങ്കിലും അയാൾ മേടിച്ച് പുരയിടാം, അയാൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം,
അത് ഈ മറ്റുള്ള കൃഷിയായാലും എന്ത് ഒരു വികസനത്തിൽ നമ്മളൊപ്പം നിൽക്കും. ഒപ്പം നിൽക്കും, കൂടെ നിൽക്കും, അവരുടെ കൂടെ തന്നെ നിൽക്കും. പക്ഷേ ഇത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിൽ നിന്നുള്ള വേസ്റ്റും കൊണ്ടുവന്ന് ഇവിടെ തള്ളും. അതുകൂടാതെ ഇവിടുത്തെ ഫാമിലോ എല്ലാം ഈ പിന്നെ ചാണകവെള്ളം കലക്കി ഇവിടുത്തെ പുല്ലുകൾക്ക് വിട്ടുകൊടുക്കുമ്പോഴത്തേക്ക് അത് പിന്നെ അവിടെ ഈ പണ ഊരിയിട്ടുണ്ട്. ഈ പണയിൽ നിന്ന് തങ്ങി നിന്നിട്ട് അത് കിണറ്റിലേക്ക് പിടിക്കുക. ഇത് അടിയൂറ്റി പിടിച്ചാൽ ഇത്ര ഈ വിഷയങ്ങൾ വരുന്നത്. പല ആവർത്തിയും പറഞ്ഞിട്ടുണ്ട്, മെമ്പർമാർക്ക് പറഞ്ഞിട്ടുണ്ട്, പഞ്ചായത്തിൽ പോയി എങ്ങനെയാണ് ഡോക്ടർ അരുൺകുമാർ പലതവണ പരാതി മനസ്സിലായി.